വെൽക്കം ബാക്ക്. റമദാൻ മുബാറക്. ഞങ്ങളിപ്പോൾ നമ്മൾ റമദാന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിന് വന്നതാണ് കേട്ടോ. നമ്മളിവിടെ ഉള്ള പാകിസ്ഥാനി സ്റ്റോറിൽ വന്നതാണ്. ഇവിടെയാണ് നമുക്ക് സ്നാക്സിനുള്ള സമൂസ ഷീറ്റ്, മട്ടൻ, ബീഫ്, അങ്ങനെ എല്ലാ മീറ്റും നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. സ്നാക്കിനുള്ള കുറച്ച് മീറ്റ് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സമൂസ ഷീറ്റും, ഇവിടെ പഫ് പേസ്ട്രി ഉണ്ട് കേട്ടോ. ഇവിടെ പഫ് പേസ്ട്രി കുഞ്ഞൊരു ഷീറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അതും വാങ്ങിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ സ്പ്രിംഗ് റോൾ ഷീറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾക്ക് സമൂസ ഷീറ്റ് എപ്പോഴും കിട്ടാറുള്ളത്. വേറെ സ്റ്റോറിൽ നിന്നൊന്നും നമുക്ക് അങ്ങനെ അധികം കിട്ടിയിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ടാനിയും കൂടിയും ഒറ്റയ്ക്ക് വൈകുന്നേരം ഇറങ്ങിയാണ് കേട്ടോ. നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഡോളറാമ ഉള്ളത്. അപ്പോൾ എനിക്ക് കുറച്ച് ക്രോക്കറി ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്. പിന്നെ നോമ്പല്ലേ വരുന്നത്, അപ്പോൾ എനിക്ക് പിന്നെ നോമ്പാവുമ്പോഴും കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. നല്ല ഐറ്റംസൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ വീട്ടിലോട്ട് ആവശ്യമുള്ള അല്ലറ ചില്ലറ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടോ. ഇടയിൽ ടാനീനെ ഞാൻ ഉറക്കി കിടത്തിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനം കാണിച്ചു തരട്ടെ. ഞാനൊരു ക്യാൻഡിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഓർഗനൈസേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാഷിംഗ് മെഷീനിലിടുന്ന, ഞാൻ ഡ്രയറിലിടുന്ന ഒരു ബോൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ക്യാൻഡിൽ സ്റ്റാൻഡില്ലേ അത് വാങ്ങിച്ചതാണ്. പിന്നെ ഒരു ഗ്ലൗ വാങ്ങിച്ചിട്ടുണ്ട്, ഹീറ്റ് പ്രൊട്ടക്ഷൻ ഗ്ലൗ ഇല്ലേ അത് വാങ്ങിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഇത് കേടായിരുന്നു, അപ്പം ഞാൻ അതൊന്ന് വാങ്ങിച്ചു. പിന്നെ ഹാൻഡ് ടവൽ കിച്ചണിക്ക് നമുക്ക് ആവശ്യമുള്ളതാണല്ലോ, അതും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ക്രബ്ബർ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു സംഭവം വാങ്ങിച്ചിട്ടോ. ഈ ഒരു സംഭവം എനിക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. എന്തായാലും നോക്കട്ടെ. പിന്നെ സ്റ്റോറേജ് ബാസ്ക്കറ്റ് വാങ്ങിച്ചു. അങ്ങനെ കിച്ചണിലോട്ടുള്ള സാധനങ്ങളെയാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചുള്ളത്. പിന്നെ കുറച്ച് ഓർഗനൈസേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, അത് ഞാൻ ഫോട്ടോസ് ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ചിട്ട് LED സ്ട്രിങ് ആയിട്ട് വരില്ലേ, അത് ചെയ്യാൻ വേണ്ടി എടുത്താണ് കേട്ടോ. പിന്നെ ഈ ബാസ്ക്കറ്റിന് ഇതെനിക്കിഷ്ടമായി കേട്ടോ. ഇതിന് വുഡൻ്റെ ഒരു ടോപ്പാണ് വരുന്നത്. എന്തായാലും എനിക്ക് നല്ല നല്ല സാധനം ഇന്ന് ഇവിടുന്ന് കിട്ടി കേട്ടോ. ഇതൊരു കണ്ടെയ്നറാണ്. ഇത് 3 കണ്ടെയ്നേഴ്സ് വരുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ നമുക്ക് ആവശ്യമുള്ള ലെഫ്റ്റ് ഓവർ ഫുഡൊക്കെ വെക്കാൻ ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ ഇവിടെ നമുക്ക് ഡോളറാമിൽ $5 കുറഞ്ഞ എല്ലാ സാധനവും ഉള്ളൂ കേട്ടോ. $5 കൂടുതലൊന്നുമില്ല, പക്ഷേ നമുക്ക് നല്ല സാധനങ്ങൾ തന്നെ അവിടെ നിന്ന് കിട്ടും കേട്ടോ. ഞാൻ നമ്മൾ ഷെൽഫിലോട്ട് ഓർഗനൈസേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൻ്റെ വേറൊരു ഐറ്റം എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു സ്ക്വയറിൽ വരുന്നത്. ഇത് ഞാൻ സർക്കിൾ കണ്ടപ്പോഴും എടുത്താണ്. പിന്നെ ഒരു സ്റ്റോറേജ് വാങ്ങിച്ചു. ഇതിന് ഒരു ടോപ്പ് വരുന്നത് കേട്ടോ. അപ്പം അതെനിക്കിഷ്ടമായി. പിന്നെ കുറച്ച് നല്ല പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ സ്നാക്സൊക്കെ വെക്കാൻ എനിക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഫുഡ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, നമ്മൾ അതിൻ്റെ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതും എനിക്കിഷ്ടമാണ്. എൻ്റെ അടുത്ത് കുറച്ചൊക്കെ നല്ല പാത്രങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഡോളറാമയിൽ നിന്നും വിന്നേഴ്സിനുമാണ് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് നല്ല ഐറ്റംസ് അവിടെ കിട്ടാറുണ്ട്. ഡോളറാമയിൽ നിന്നാണെങ്കിൽ നമുക്ക് അധികം കാശേ ആവില്ല, പക്ഷെ നമുക്ക് നല്ല ഐറ്റംസും കിട്ടും. പിന്നെ ചില ഐറ്റംസ് നമുക്ക് മൈക്രോവേവ് ചെയ്യാൻ പറ്റില്ല, ഡിഷ് വാഷ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നമേ ഉള്ളൂ. മീൽ പ്രിപ്പറേഷൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ 1-2 ദിവസം വെച്ചെടുത്ത വീഡിയോ ആണ്. പിന്നെ ഒരുമിച്ച് എല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ തക്കാളി നല്ലോണം വേവിച്ചിട്ട് അതിന് സ്കിന്ന് കളഞ്ഞ് പ്യൂരി ആക്കിയിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കും കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ നോമ്പിന് ചെയ്തായിരുന്നു. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടോ. ഇങ്ങനെ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഫ്രോസൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഡേ കംപ്ലീറ്റ് നമ്മൾ കിച്ചണിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇത് മാത്രമല്ല, ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഞാൻ ചെയ്ത് വെക്കാറുണ്ട്. കുറച്ച് സ്നാക്സ് തന്നെ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. ഇത് നല്ല തണുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഹാൻഡ് ബ്ലെൻഡർ കൊണ്ട് പ്യൂരി ആക്കി എടുക്കൽ. എനിക്ക് ഈ ഹാൻഡ് ബ്ലെൻഡർ ഉള്ളതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മിക്സിയിൽ നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഞാനിതുപോലെ ഐസ് ട്രേയിലാണ് കേട്ടോ ഞാനിത് രണ്ടും വെക്കുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഫ്രീസ് ആയതിന് ശേഷം സിപ്പ് ലോക്കിൽ ഞാൻ മാറ്റി വെക്കാറാണ്.
നമുക്ക് സ്നാക്സ് ആണെങ്കിലും എല്ലാം നമുക്കിതുപോലെ ഫ്രോസൺ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഞാൻ കഴിഞ്ഞ നോമ്പിന് ഒരുപാട് സ്നാക്ക് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്ന് അധികം സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മസാല പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നാളെ നോമ്പല്ലേ, അപ്പോൾ ഇത്രയും ഞാൻ ആക്കി വെച്ചാൽ എനിക്ക് വീട് ഓർഗനൈസ് ചെയ്യാൻ എല്ലാം ഉണ്ടായിരുന്നു. വീട് ക്ലീനിങ്ങും എല്ലാം കൂടി വന്നപ്പോൾ എനിക്ക് ടൈം കിട്ടാതായി പോയതാണ്. പിന്നെ ഈ ഒരു വീക്ക് കംപ്ലീറ്റ് ബിസി ആയിരുന്നു. പിന്നെ ഇതാ ഞാൻ ഫ്രോസൺ ചെയ്ത് വെച്ച തക്കാളി പ്യൂരിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, ഇത് ഞാനിതുപോലെ സിപ്പ് ലോക്കിലാക്കിയിട്ട് വെക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ഫ്രീസ് ചെയ്യാൻ വെക്കാം. പിന്നെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയല്ലോ. പിന്നെ ഞാൻ ബാലൻസ് ഉള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഒരു ചെറിയ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫ്രിഡ്ജിൽ കുറച്ച് മാറ്റി വെക്കും കേട്ടോ. അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ സ്നാക്സ് ഏതായാലും ഒന്നുകിൽ എനിക്ക് ടൈം കിട്ടുകയാണെങ്കിൽ രാത്രി ഉണ്ടാക്കും, അല്ലെങ്കിൽ ഞാൻ മസാല എടുത്ത് വെക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ നമ്മളെ പോക്കറ്റ് ഷവർമയില്ലേ, അതിനുള്ള ബ്രെഡ് ഇതുപോലെ ബ്രെഡ് ക്രംസിലാക്കിയിട്ട് ഞാൻ ഫ്രീസ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അപ്പോൾ എടുത്താൽ മതിയല്ലോ, അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും കേട്ടോ. ഇതിൽ ഞാൻ റെസിപ്പി വീഡിയോ ഒന്നും ഇടുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ദിവസമാണ് ഞാൻ കാണിക്കുന്നത്. മീൽ പ്രിപ്പറേഷനും പിന്നെ നോമ്പായിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഓർഗനൈസ് ചെയ്യാണ്, ഞാൻ കബോർഡിൽ വെക്കുകയാണ്. ഞാൻ വാങ്ങിച്ച ഓർഗനൈസറില്ലേ, അതിൽ ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. എനിക്ക് ക്ലീനിങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് കഴിഞ്ഞാലേ സമാധാനമുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ പണി ചെയ്യൂല ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സ്നാക്ക് ആക്കുന്നില്ല എന്ന് വിചാരിച്ച് മസാല പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. വീട് ആദ്യം ഒന്ന് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സുഖമാണല്ലോ. എനിക്ക് ഇടയ്ക്കൊക്കെ ഞാൻ ചിലപ്പം ടാനി ഉള്ളതുകൊണ്ട് വലിച്ചു വാരിയൊക്കെ ഇടും കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ എനിക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടേ വേറെ എന്തും ചെയ്യാനുള്ളൂ കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ വേവിച്ച് വെച്ചാണ് കേട്ടോ. 2 തരം കടല വേവിച്ച് വെച്ചിട്ടുണ്ട്, ചിപ്പിയും പിന്നെ ഗ്രീൻ പീസുമാണ്. ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയല്ലോ, അപ്പോൾ പിടിച്ചിട്ട് ഉണ്ടാക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ പാസ്ത ഇതുപോലെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഉപകാരമായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. ഫ്രോസൺ ആക്കിയിട്ട് നമുക്ക് വെക്കാം. പാസ്ത ഒക്കെ ഞാൻ ചിലപ്പോൾ ബേക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ല നമ്മൾ ആൽഫ്രഡോ പാസ്ത ഉണ്ടാക്കാറുണ്ട്, അതിനും ഉപയോഗിക്കാം. പിന്നെ ചിപ്പി കൊണ്ട് നമുക്ക് പല ഡിഷസ് ഉണ്ടാക്കാമല്ലോ. ഈ ഗ്രീൻ പീസ് വെച്ചിട്ട് ഞാൻ മുട്ട ചിക്കിയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതിനാണ് ഞാൻ വേവിച്ച് വെച്ചത്. പിന്നെ ഞാൻ കബോർഡൊക്കെ ഒന്ന് എനിക്ക് റെഡിയാക്കാനുണ്ട്. കിച്ചൺ കബോർഡ് സ്റ്റോറേജായിട്ട് തീർന്നതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ കണ്ടെയ്നറിൽ. അത് ഞാൻ ചെയ്യുന്നത് തന്നെയാണ് ഈ പണിയൊക്കെ. കിസ്മിസും പിന്നെ ടാനിയുടെ റൈസാണ് കേട്ടോ, ഈ വൈറ്റ് റൈസ്. അപ്പോൾ അതും തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും അതൊന്ന് ഫില്ല് ചെയ്ത് വെക്കുക. അതിനിടയിൽ ടാനി വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അവന് ഞാൻ എന്ത് പണിയെടുക്കുകയാണെങ്കിൽ അവന് എൻ്റെ അസിസ്റ്റൻ്റായിട്ട് കൂടെ ഉണ്ടാവും. ടാനിനെ ഓർക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ്. പിന്നെ എൻ്റെ മസാല ബോക്സ് ഞാൻ കംപ്ലീറ്റ് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ പുതിയത് റീഫിൽ ചെയ്താണ് കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഉപകാരമുള്ളൊരു സാധനമാണ് കേട്ടോ. സെമി വന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനി ഫ്രിഡ്ജിലൊന്ന് റെഡിയാക്കി വെക്കണം. ഫ്രിഡ്ജ് ഞാൻ കുറച്ച് മുന്നേ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫ്രിഡ്ജ് എപ്പോഴും ക്ലീൻ ചെയ്തിരിക്കണം, എന്നാലേ എനിക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു സുഖമാണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ കാണാം കേട്ടോ.